സ്വീറ്റ് ബ്ലഡ് എന്ന കൊറിയൻ BL സീരീസിന്റെ എപ്പിസോഡ് 7 എക്സ്പ്ലനേഷനുമായി അങ്ങനെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടിയിരിക്കുകയാണ്. സോ ചാനലിൽ ആദ്യമായിട്ട് വരുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് എപ്പിസോഡിലേക്ക് കടക്കാം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഇവർ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് അങ്ങനെ കിടക്കുവാണേ. ആ ടൈമിൽ നമ്മുടെ ലൂസിഫർ ആണെങ്കിൽ മിനുവിനോട് സോറി പറയുന്നുണ്ട്. അപ്പൊ മിനു ചോദിക്കുന്നുണ്ട്, എന്തിനാ നീ എന്നോട് സോറി പറയുന്നത്? അപ്പൊ ലൂസിഫർ പറയുന്നുണ്ട്, ഇപ്പൊ ഇങ്ങനൊരു സിറ്റുവേഷൻ ആവാൻ കാരണം ഞാനാണല്ലോ, അതുകൊണ്ടാണ് സോറി പറഞ്ഞതെന്ന് പറയുന്നുണ്ട്. ആ ടൈമിൽ മിനു പറയുന്നുണ്ട്, ഒരു കൈ മാത്രം അടിച്ചാൽ സൗണ്ട് കേൾക്കില്ലല്ലോ, എന്നെ നീ ഫോഴ്സ് ചെയ്തൊന്നും അല്ലല്ലോ, ഞാനും എൻ്റെ ഒരു താല്പര്യത്തോടെ തന്നെ വന്നതല്ലേ, അതുകൊണ്ട് സോറി ഒന്നും പറയേണ്ട ആവശ്യമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഞാൻ ചെയ്തത് എന്ന് നമ്മുടെ മിനു പറയുന്നുണ്ട്. ആ ടൈമിൽ നമ്മുടെ ലൂസിഫർ ചിരിക്കുന്നുണ്ടേ. അപ്പൊ മിനു എന്നിട്ട് ലൂസിഫറിനോട് ചോദിക്കുവാണ്, ലൂസിഫർ നീ എന്തിനാണ് ഭൂമിയിലേക്ക് വന്നത്? ആൾക്കാരുടെ ചോര കുടിക്കാനാണോന്ന്? ആ ടൈമിൽ പെട്ടെന്ന് നമ്മുടെ ലൂസിഫർ തിരിഞ്ഞു നടന്നിട്ട് ചോദിക്കുവാണ്, നിന്റെ മൈൻഡിൽ ഇപ്പോഴും ഞാൻ മറ്റേ ആൾക്കാരുടെ ചോര കുടിക്കുന്ന ഒരു വില്ലൻ വാമ്പയർ ആ ഒരു ക്യാരക്ടറായിട്ട് തന്നെയാണോ കിടക്കുന്നത് എന്ന് ചോദിക്കുക. പെട്ടെന്ന് നമ്മുടെ മിനു അത് അല്ലാന്ന് പറയുവാണ്. അതായത് അങ്ങനെയല്ല, ഞാനിങ്ങനെ നിന്നോട് ഇങ്ങനെ ചോദിച്ചതല്ല, അല്ലാണ്ട് ആ ഒരു ഉദ്ദേശത്തോടെ ഞാൻ ചോദിച്ചതല്ല. അപ്പൊ ലൂസിഫർ ചോദിക്കുന്നുണ്ട്, പിന്നെ നീ എന്ത് ഉദ്ദേശത്തോടെ ചോദിച്ചത്? അപ്പൊ മിനു പറയുന്നു, അല്ല, എന്നെ കണ്ടപ്പോഴേ നീ എന്റെ കഴുത്തിൽ കുറച്ച് ചോര കുടിക്കുകയാണ് ചെയ്തത്, അത് തന്നെ ഒരു വലിയ തെളിവാണല്ലോ, എനിക്കപ്പൊ അങ്ങനെ ചോദിച്ചു കൂടാഴികയൊന്നും ഇല്ലല്ലോ. അപ്പൊ നമ്മുടെ ലൂസിഫർ പറയുവാണ്, ആക്ച്വലി അന്ന് ഞാൻ എന്തുകൊണ്ടാണ് നിന്റെ ചോര കുടിച്ചതെന്ന് എനിക്കറിയില്ല. കാരണം മേ ബി നിന്റെ ആ ഒരു ബ്ലഡിന്റെ സെന്റ് ആയിരിക്കാം, അതടിച്ചു കഴിഞ്ഞപ്പോൾ ഇതെന്നെ രക്ഷിച്ചേക്കാം എന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാൻ നിന്റെ ചോര കുടിച്ചത്, അല്ലാണ്ട് എല്ലാ മനുഷ്യരെ കണ്ടാന്ന് ഞാൻ കടിച്ചു പറഞ്ഞ ചോരയൊന്നും കുടിക്കില്ല എന്ന് പറയുന്നു. അപ്പൊ ഈ രക്ഷിച്ചേക്കാം എന്നൊരു സ്റ്റേറ്റ്മെന്റ് കേട്ടപ്പോൾ നമ്മുടെ മിനു ചോദിക്കുന്നുണ്ട്, രക്ഷിച്ചേക്കാം എന്നോ, അതിന് നീ എന്താ അപകടത്തിലാ ഉള്ളത്? അപ്പോഴാണ് നമ്മുടെ ലൂസിഫർ അവന്റെ കഥ പറയുന്നത്. അതായത് ഫാമിലി, അവന് സ്ട്രെങ്ത് ആവേണ്ട ഒരു വേർഡാണ് ആ ഫാമിലി എന്ന് പറയുന്നത്. പക്ഷെ അവന് ഏറ്റവും കൂടുതൽ ഡിസ്ട്രോയ് ചെയ്തിട്ടുള്ള ഒരു വേർഡും ആ ഫാമിലി എന്ന് പറയുന്ന വേർഡ് തന്നെയാണ്. എന്നിട്ട് ഇവൻ പറയുവാണ്, ഇവന്റെ വേൾഡ് എന്ന് പറഞ്ഞാൽ ഇവന്റെ അച്ഛൻ ഒരു പറഞ്ഞായിരുന്നല്ലോ, ഒരു ഹ്യൂമൻ ആയിട്ടുള്ള ഒരു പെണ്ണുങ്ങളെയാണ് സ്നേഹിച്ചത്, അതുകൊണ്ട് തന്നെ വാമ്പയേഴ്സിനും ഹ്യൂമൻസിനും ഇടയ്ക്കുള്ള കുറേ കാര്യങ്ങൾക്ക് അവർക്ക് റെസ്ട്രിക്ഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ബ്ലഡ് അങ്ങനെ വെറുതെ കുടിക്കാൻ പാടില്ല, കാരണം ഒരു ബോണ്ട് ആയിട്ടുണ്ടല്ലോ. ഇവന്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ വാമ്പയർ കിങ്ങും കൂടെ ആയിരുന്നു. അപ്പോൾ അതിന്റെ ഫലമായിട്ടാണ് ഇവർ രണ്ട് മക്കൾ ഉണ്ടായത്. ഇവൻ ഹാഫ് ബ്ലഡഡ് ആണ്, അമ്മയുടെയും കൂടെ കുറച്ച് കിട്ടിയിട്ടുള്ളത് കൊണ്ട് പകുതി മനുഷ്യനും പകുതി വാമ്പയറുമാണ്. ഇവന്റെ മുത്തശ്ശൻ എന്ന് പറയുന്നത്, അതായത് അച്ഛന്റെ അച്ഛന് ഇവന്റെ അമ്മേനെ ഇഷ്ടമല്ല, അതുകൊണ്ട് പുള്ളിക്കാരത്തിനെ വാമ്പയർ വേൾഡിൽ നിന്ന് പുറത്താക്കുവാണ്. നമ്മുടെ ഈ ലൂസിഫർ ഉണ്ടായതിനു ശേഷം പുള്ളിക്കാരത്തിനെ പുറത്താക്കി ലൂസിഫറിന് നേരെ അവന്റെ അമ്മേനെ ഒന്നും കാണാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇവന്റെ അവിടെയുള്ള ആർക്കും ഇവനെ ഇഷ്ടമല്ല, എക്സ്പെഷ്യലി ഇവന്റെ ബ്രദറിനാണെങ്കിൽ ഇവനെ അവരുടെ വാമ്പയർ വേൾഡിൽ വെച്ച് കൊല്ലാൻ പറ്റാത്തത് കൊണ്ടാണ് ഈ ഭൂമിയിലേക്ക് എടുത്തെറിയുവാണ് ചെയ്യുന്നത്. ആൻഡ് മിനുവിനോട് പറയുന്നത്, നീ എൻ്റെ കയ്യിലൊരു മുറിവെന്ന് കണ്ടില്ലായിരുന്നോ, അതിന് കാരണം എൻ്റെ ബ്രദറാണ്, അവന് വാമ്പയർ വേൾഡിൽ വെച്ച് എന്നെ കൊല്ലാൻ പറ്റുന്നില്ല, അതുകൊണ്ട് അവൻ എന്നെ ഭൂമിയിലോട്ട് കൊണ്ടുവന്ന് കൊല്ലാനുള്ള പരിപാടിയായിരുന്നു എന്ന് പറയുവാണ്. ആ ടൈമിൽ നമ്മുടെ മിനു പറയുവാണ്, ഇതിപ്പോൾ എന്നെക്കാളും വലിയ കഷ്ടമാണല്ലോ ദൈവമേ നിനക്ക്, നിന്റെ കഥ കേട്ടിട്ട് എനിക്ക് വല്ലാണ്ട് സഹതാപം തോന്നുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ വാമ്പയർ പറയുന്നു, ഇതിൻ്റെ എല്ലാ ഇടയ്ക്ക് നിന്നും എനിക്ക് കുറച്ച് ആശ്വാസം കണ്ടത് നിന്നെ കണ്ടപ്പോഴാണ്, അതായത് എനിക്ക് എന്നെ തന്നെ നിന്നിൽ കാണാൻ കഴിഞ്ഞു എന്ന് നമ്മുടെ വാമ്പയർ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ മിനു പറയുന്നുണ്ട്, ഇനി ആരുമില്ല എന്നൊരു സങ്കടം നിനക്ക് വേണ്ട, ഞാൻ എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അവിടെ സീൻ കട്ട് ചെയ്യുവാണേ. അടുത്ത സീനില് പിറ്റേ ദിവസം രാവിലെയാണ് കാണിക്കുന്നത്. നമ്മുടെ മിനു ആണെങ്കിലും ഉറക്കം എഴുന്നേറ്റ് വരുമ്പോൾ തൊട്ടടുത്ത് വാമ്പയർ കിടപ്പില്ല. ആൻഡ് മിനു ഒന്ന് തപ്പിയൊക്കെ നോക്കുമ്പോൾ അടുക്കളയിൽ നിന്ന് എന്തൊക്കെയോ തട്ടുന്ന പൊട്ടുന്ന ഒച്ച കേട്ടു. ഈ കാലമാടൻ എൻ്റെ അടുക്കള കുളമാക്കി എന്നുള്ള രീതിയിൽ നമ്മുടെ മിനു എഴുന്നേറ്റ് പോവാണ്. നോക്കുമ്പോൾ പൂരെ പറമ്പാക്കിയിട്ടേക്കാണ് അടുക്കള, അതിൽ കരിയാത്ത ഒരു ചട്ടി പോലും ബാക്കി ഉണ്ടാവില്ല. ആൻഡ് നമ്മുടെ മിനു ചോദിക്കുന്നുണ്ട്, നീ എന്തടാ ഈ പണി വെച്ചിരിക്കുക, എന്നെ ഈ കാണിച്ച് വെച്ചേക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ വാമ്പയർ പറയുന്നുണ്ട്, ഫാസ്റ്റിനൊരു ബ്രേക്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഇത് ഞാൻ ജീവിതകാലം മുഴുവനും പട്ടിണിയാവേണ്ടി വരുമല്ലോ എന്നൊരു രീതിയിൽ നമ്മുടെ മിനു അവിടെ കഴിക്കാനിരിക്കുന്നുണ്ട്. നമ്മുടെ വാമ്പയർ എന്തോ ഒരു കുന്തം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, സാൻഡ്വിച്ച് പോലെ ഇരിക്കുന്നത്. നമ്മുടെ മിനു ആണെങ്കിൽ സകലമാന ദൈവങ്ങളെ മനസ്സിൽ ധ്യാനിച്ച് ദൈവമേ തിന്ന ഒറ്റയടിക്ക് തട്ടിപ്പോവല്ലേ എന്നൊരു രീതിയിൽ എടുത്ത് കടിക്കുന്നുണ്ട്. വാവ്, ഇത്രയും പാട്ട ഫുഡ് ഞാൻ എൻ്റെ ലൈഫിൽ കഴിച്ചിട്ടില്ല എന്നൊരു എക്സ്പ്രഷനാണ് അവൻ്റെ മുഖത്തെങ്കിലും അത് പുറത്ത് പറയാതെ നല്ല ടേസ്റ്റ് ഉണ്ട് എന്നാണ് നമ്മുടെ വാമ്പയറിനോട് പറയുന്നത്. അത് കേട്ട പാതി കേൾക്കാത്ത പാതി നമ്മുടെ വാമ്പയർ ചോദിക്കുന്നുണ്ട്, ആണോ, എന്നാ പിന്നെ ഇന്ന് മുതൽ അടുക്കള ഭരണം എൻ്റെ കയ്യിൽ, ഇന്ന് മുതൽ ഞാനായിരിക്കും ഞങ്ങളുടെ ഫുഡ് ഉണ്ടാക്കുക, അതുകൊണ്ട് എന്ത് ഫുഡാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കി തന്നേക്കാന്ന്. കർത്താവ്, കടിച്ചതിനേക്കാളും വലുതാണല്ലോ പിടിച്ചത് എന്ന രീതിയിൽ നമ്മുടെ മിനു ആണെങ്കിൽ, എൻ്റെ പൊന്നെ ഏട്ടാ ഇങ്ങനത്തെ പരിപാടിക്കൊന്നും നിൽക്കല്ലേ എന്ന് പറയണമെന്നുണ്ട്, പക്ഷെ പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മുടെ മിനു എന്ത് ചെയ്യുന്നു, വിഷയം മാറ്റാൻ വേണ്ടി ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബട്ട് നമ്മുടെ വാമ്പയർ ആണെങ്കിൽ അമ്പിനും വില്ലിനും എടുക്കുന്നില്ലേ. വാമ്പയർ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക, നിനക്ക് എന്താ ഫുഡ് വേണ്ട, ഞാൻ ഉണ്ടാക്കി തരാം. അങ്ങനെ സഹിയായിട്ട് നമ്മുടെ മീനു പറയാണ്, ഇവിടെ ഇരുന്ന് ഞാൻ ബോറടിച്ചു, നമുക്കൊന്ന് കറങ്ങാൻ പോയിട്ട് വരാമെന്ന് പറയുന്നു. അങ്ങനെ വാമ്പറിനെ കൊണ്ട് മീനു പാർക്കിൽ പോവാണ്.
ദെൻ പാർക്കിൽ പോയിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഊഞ്ഞാലാടുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവരുടേതായ കുറേ മൊമെന്റ്സ്, ഹാപ്പി മൊമെന്റ്സ് ക്രിയേറ്റ് ചെയ്യുവാണ്. ലൈബ്രറി പോയി ബുക്ക് വായിക്കുന്നു, പിന്നെ ഇൻസ്റ്റന്റ് നൂഡിൽസ് ഒക്കെ ഉണ്ടാക്കി ഇവർ ഭയങ്കര, ഇതൊരു ഡേറ്റിംഗ് പീരീഡ് എന്ന് തന്നെ നമുക്ക് പറയാം. അവർ നല്ല അടിപൊളിയായിട്ട് ആഘോഷിക്കുകയാണ്. ഇതിന് ശേഷം കാണിക്കുന്നത് വീട്ടിലാണ്. വീട്ടിൽ എന്ന് പറഞ്ഞാൽ ഇവരുടേതായ കുറച്ച് സ്വകാര്യ മൊമെന്റ്സിലൊക്കെ ഏർപ്പെടുകയാണ്. അതായത് കിസ് അടിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ പെട്ടെന്നാണ് ഈ ഒരു ന്യൂസ് കാണുന്നത്. ന്യൂസ് എന്ന് പറഞ്ഞാൽ ആ ന്യൂസിലുള്ളത് അടുത്ത ഫുൾ മൂൺ നൈറ്റ് വരാറായി എന്നാണ് ആ ന്യൂസിൽ പറയുന്നത്. അത് കേട്ട പാതി ഇവർ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുന്നത് കാണിച്ചുകൊണ്ട് എപ്പിസോഡ് എൻഡ് ചെയ്യുവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അടുത്ത ഫുൾ മൂൺ നൈറ്റിലാണ് ഇവർക്ക്, അതായത് മിനുവിന് വാമ്പയറിനെ കടിക്കണം. ആ ടൈമിൽ ഇവരുടെ ബ്ലഡിൻ്റെ ആ ഒരു ബോണ്ട് അവിടെ ബ്രേക്ക് ആവും. പിന്നെ ഇവർക്ക് വാമ്പയറിൻ്റെ വഴി, മിന്നുവിൻ്റെ വഴി, രണ്ടാൾക്കാരും നോർമലായിട്ട് അവരവരുടെ ലൈഫിലേക്ക് പോകും. ബട്ട് ഇവരിപ്പോൾ എന്താണ്, ഇഷ്ടത്തിലാണല്ലോ, റിലേഷൻഷിപ്പിലാണല്ലോ ഇപ്പോൾ. അപ്പോൾ ഇനി അത് പിരിയേണ്ടി വരുമോ, അങ്ങനെ ഒരു കൺഫ്യൂഷൻ, എന്തൊക്കെയോ ഒരുപാട് കൺഫ്യൂഷൻസ് ഒക്കെ ഉള്ള രീതിയിൽ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുന്ന ഒരിത് കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് എൻഡ് ചെയ്യുന്നത്. എല്ലാവർക്കും എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ ഒരു സീരീസിൽ 8 എപ്പിസോഡ്സ് ആണുള്ളത്. നമ്മുടെ 7 എപ്പിസോഡ്സ് വരെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഒരു ഒറ്റ എപ്പിസോഡും കൂടെ വരാനുള്ളൂ. ആ എപ്പിസോഡ് ഇറങ്ങിയ പാടെ തന്നെ ഞാൻ എക്സ്പ്ലനേഷൻ ചെയ്യുന്നതായിരിക്കും. സോ ഇപ്പോൾ എല്ലാവർക്കും ബൈ.